വസ്വാസ് അത് പിടിപെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ട് നമുക്ക് സലാമത്തെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യക്തമായിക്കൊണ്ട് പിശാച് തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉലമാ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിഹാരം, നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അത് അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ദിക്റുകളൊക്കെ പറയുന്നുണ്ട്, പല ദിക്റുകളും. ചില ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള ദിക്റ് ചൊല്ലിയാൽ അതിലും വസ്വാസായിരിക്കും. വിവരമില്ലാത്തത് കൊണ്ടാണ് ഇത് കയറി വരുന്നത് കൂടുതൽ. ശരിക്ക് വ്യക്തമായിക്കൊണ്ട് പഠിച്ച ഒരാൾക്ക് ഇത് കയറി വരാൻ സാധ്യത കുറവാണ് എന്നുള്ളിടത്തൊക്കെ പറഞ്ഞിട്ടോ. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് വസ്വാസ് ഉണ്ടോ എന്ന ശൈത്താന്റെ കളിയാ. അത് അറിവില്ലാത്തതിന്റെ പേരിൽ വരുന്ന പ്രശ്നം തന്നെയാണ്. അതൊക്കെ ദീന് കുറഞ്ഞു, അതുപോലെ തന്നെ അറിവില്ല, അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് തന്നെയാണ് അത് വരുന്നത് എന്നും മഹാനവറുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദിക്റുകളൊക്കെ ധാരാളം പറയുന്നുണ്ട്. മഹാനായ ഇമാം സുലൈമാൻ അൽ ബുജൈരിമി റഹിമഹുല്ലാ, അവിടുത്തെ തുഹ്ഫത്തുൽ ഹബീബ് എന്ന പേരറിയപ്പെടുന്ന ആശത്തുൽ ബുജൈരിമി, അതിലും പറഞ്ഞു. അതിന്റെ 2-ാം വാള്യത്തിന്റെ 18-19 പേജുകളിലൊക്കെ നോക്കിയാൽ കാണും. നിസ്കാരം അതുപോലത്തെ ഏതൊക്കെയുണ്ടോ ആരാധന, അതിലൊക്കെ ഒരാൾക്ക് വസ്വാസം ഉണ്ട്, അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിയാൽ മതി. ആ ദിക്റ് കേൾക്കുന്ന സമയത്ത് ശൈത്താനോട് പോയിക്കോളും. ശൈത്താനാണ് അതിന്റെ പിന്നിൽ പോയിക്കോളും എന്നുള്ളത്. മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ല വലിയ മഹാനായിരുന്നു. മഹാനവറുകൾക്ക് ശൈത്താൻ പറഞ്ഞു കൊടുത്ത ദിക്റല്ല, മഹാനവറുകൾ ചൊല്ലിപ്പോരുന്നൊരു ദിക്റായിരുന്നു. അങ്ങനെ